കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിൽ പ്രതി അമിത് ഒറാങ് കൊലപാതകത്തിനായി എത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നത് CCTVയിൽ വ്യക്തമാണ്. പ്രതിയുടെ പെരുമാറ്റത്തിൽ തനിക്കൊരു സംശയവും തോന്നിയില്ല എന്ന് അമിതിനെ തിരുവാതുക്കലിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ജയേഷ് ന്യൂസ് 18നോട് പറഞ്ഞു. തിരുവാതുക്കൽ ഇരട്ടക്കൊലക്കേസിലെ പ്രതി അമിത് ഒറാങ് കൊലപാതകത്തിനായി എത്തുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കണ്ടത്. അതായത് റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കുന്നതും ഈ CCTVയിൽ വ്യക്തമാണ്. പ്രതിയുടെ ഓട്ടോറിക്ഷയിലാണ് എത്തിയത്. പ്രതിയുടെ പെരുമാറ്റത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവും ഒരിക്കലും തോന്നിയില്ല എന്നാണ് ഈ അമിത് ഒറാങ്ങിനെ തിരുവാതുക്കലിൽ എത്തിച്ച ഓട്ടോ ഡ്രൈവർ ജയേഷ് ന്യൂസ് 18നോട് പറഞ്ഞത്. തിരുവാതുക്കൽ കൂട്ടക്കൊല സംഭവത്തിൽ ഈ നാടാകെ ഞെട്ടിയതാണ്. രണ്ടുപേരെ അസം സ്വദേശി കൊല ചെയ്തത് വലിയ ഞെട്ടലോടെയാണ് കണ്ടത്. കേരളമാകെ കേട്ടത് അങ്ങനെയാണ്. ഇതിനൊക്കെ പിന്നാലെയാണ് അതേ ഞെട്ടലിൽ, അതിനപ്പുറത്തെ ഞെട്ടലിൽ ഉള്ള ഒരാളാണ് ജയേഷ് ആണ് അന്ന് രാത്രി കൃത്യം നടന്ന അന്ന് രാത്രി ജയേഷിന്റെ ഓട്ടോ വിളിച്ചാണ് ഈ അമിത് ഒറാങ് തിരുവാതുക്കലേക്ക് പോയത്. എന്താണെന്ന് സംഭവിച്ചത് എന്ന് നമുക്ക് ജയേഷിനോട് ചോദിക്കാം. ചേട്ടാ, എങ്ങനെയായിരുന്നു സംഭവം? രാത്രിയിലൊരു 12:10-12 ആ ടൈമിൽ വന്ന് ഈ പയ്യൻ ചോദിച്ചു തിരുവാതുക്കൽ പോകാമെന്ന് പറഞ്ഞു. അപ്പം ചാർജ് എത്രയാണെന്ന് ചോദിച്ചു. ചാർജ് പറഞ്ഞു. ഒരാളെ ഉള്ളെന്ന് പറഞ്ഞു. അവൻ ഒരാളാണെങ്കിലും 3 പേരാണെങ്കിലും ഒരേ ചാർജാന്ന് പറഞ്ഞു. അവിടെ നിന്ന് നേരെ തിരുവാതുക്കൽ ചെന്നു. അപ്പം ഈ വഴിക്കാണ് ബേക്കറി ജംഗ്ഷൻ വഴി നേരെ അങ്ങ് പോയത്. തിരുവാതുക്കൽ ജംഗ്ഷനിൽ ചെന്ന് അവിടെ ഒരു ATMന്റെ സൈഡിൽ കൊണ്ട് നിർത്തി. അവിടെ വെട്ടമുള്ളൊരു സ്ഥലം അതായിരുന്നു. അവിടെ കൊണ്ട് നിർത്തി. അവിടെ നേരെ പൈസ വന്നിട്ട് ആ കുമരകം റോട്ടിലോട്ട് നടന്നു പോകാനുണ്ട്. ഈ പൈസ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടല്ലേ? അവിടുന്ന് പൈസയൊക്കെ ചോദിച്ച് അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടാണ് കയറി പോരുന്നത്. നല്ല പെരുമാറ്റം കണ്ടിട്ട് സംശയം തോന്നാൻ ഒന്നുമില്ലായിരുന്നു. കാരണം മലയാളം സംസാരിച്ചത്. പിന്നെ ഒരാളെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഏകാത്മി എന്ന് ഹിന്ദിയിലാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആളുടെ വേഷം കണ്ട നേരം ഒരു കുഴപ്പമൊന്നുമില്ല. ഒരു ജെന്റിൽമാൻ ലുക്ക്, ഒരു കാച്ചട്ടയും പെർമുട, നല്ല ബനിയൻ അതൊക്കെ ഇട്ടേ. അതാണ് തിരിച്ചറിയാൻ പെട്ടെന്ന് സഹായിച്ചു. അതിന് ആ വേഷം ശ്രദ്ധിച്ചുകൊണ്ടാണ് തിരിച്ചറിയാൻ പറ്റുന്നത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നു ചേട്ടാ? അകത്തുനിന്ന് ഇറങ്ങി വന്ന, റെയിൽവേയുടെ അകത്തുനിന്ന് ഇറങ്ങി വന്നത്. പിന്നെ അവിടെ നൈറ്റ് ഓട്ടം കിടക്കുന്നത്? ഓടാൻ കിടക്കുന്നതാണ്. പിന്നെന്താ, പിന്നെ ഈ ഇവൻ ഇറങ്ങി പോയി കഴിഞ്ഞു ചേട്ടാ സ്വാഭാവികമായിട്ടും പിന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? സാധാരണ ഒരു ഓട്ടം പോലെ. ആള് ഇറങ്ങിപ്പോയി. പുറകെ 2 വണ്ടി ഉണ്ടായിരുന്നു അങ്ങോട്ട് തിരിയാൻ വേണ്ടി. അപ്പോൾ ഞാൻ വണ്ടി തിരിച്ചിട്ട് ഒരു 2 സെക്കൻഡ് അവിടെ ചവിട്ടി നിർത്തി ആ വണ്ടി പോകാൻ വേണ്ടി. അപ്പോൾ ആള് ഇവനങ്ങോട്ട് നേരെ ആ കുമര റൂട്ടിലോട്ട് അങ്ങ് നടന്നു പോകുന്നത് കണ്ട് ഞാൻ തിരിച്ചു പോരുകയും ചെയ്തത്. പിന്നെ ഈ സംഭവം കണ്ട് ചേട്ടൻ എന്താ തോന്നിയത്? ഇത് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? പിറ്റേ ദിവസം ഓടാൻ ചെന്നപ്പോഴത്തേക്കിന് പോലീസുകാർ വന്നിട്ട് ഇവൻ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഫോട്ടോ കൊടുത്തിട്ട് ഗ്രൂപ്പ് ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ കണ്ട അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്പറും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഫോണിലോട്ട് ഇവൻ്റെ ഫോട്ടോ വന്നപ്പോഴത്തേക്കിന് ഞാൻ തിരിച്ചറിഞ്ഞ്. പെട്ടെന്ന് ഞെട്ടലാണ് ഉണ്ടായത്. കാര്യം ഒരു കൊച്ചു പയ്യനാണ്. ഇങ്ങനെ ചെയ്യുമോയെന്ന് നമുക്കൊരു അതിശയം തന്നെയായിരുന്നു. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കേസിലെ ഒരു നിർണായക സാക്ഷിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ കണ്ടത്. അതായത് തിരുവാതുക്കലിൽ ഈ അമിത് ഒറാങ്ങിനെ എത്തിച്ച ഓട്ടോ ഡ്രൈവറുടെ വാക്കുകളിൽ തന്നെ ഈ കേസിനെ കുറിച്ചുള്ള, ഈ പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ തെളിവുകളാണ് ലഭിച്ചിരിക്കുന്നത്? കാരണം CCTV ദൃശ്യങ്ങൾ ഓരോന്നും പുറത്തു വരുന്നുണ്ടല്ലോ. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തെളിവാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്, ന്യൂസ് 18 ലഭിച്ചിരിക്കുന്നത്. ശ്രീജിത്ത്, ടോം, തീർച്ചയായും ഇത് ആദ്യം പലപ്പോഴും പോലീസിൽ നിന്നും അല്ലെങ്കിൽ പ്രതിയുടെ മൊഴി
ഇരയായൊക്കെ കേട്ടിരുന്ന കാര്യങ്ങളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ പ്രതി ഈ ലോഡ്ജിൽ നിന്ന് താമസിക്കുന്നു, 3 ദിവസം താമസിച്ചിരുന്നു. ഈ കൃത്യം നടന്ന അന്ന് രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി അവിടെ നിന്ന് ഇറങ്ങുന്നു. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാത്തിരിക്കുന്നു. കാത്തിരുന്ന ശേഷം അവിടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് കുറച്ചു നേരം കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അത് CCTV-യിൽ വ്യക്തമാണ്. പിന്നീടാണ് പ്രതി ഏതാണ്ട് രാത്രി തിരുവാതിക്കലിലേക്ക് പോകുന്നത്. 12:10 അവിടേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഏതാണ്ട് അരമണിക്കൂർ അവിടെ കാത്തിരുന്ന ശേഷമാണ് പ്രതി കൃത്യം നിർവഹിക്കാൻ സാഹചര്യം ഒരുങ്ങി എന്നത് കണ്ടതോടെയാണ് ഈ വീടിനുള്ളിലേക്ക് ആ ഭാഗത്തേക്ക് എത്തുന്നത്. അതിനുശേഷം 3:42 DVR-മായി പോകുന്നതും ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതായത് പോലീസ് തുടക്കം മുതൽ ചൂണ്ടിക്കാണിച്ചിരുന്ന കാര്യങ്ങൾ അത് അടിമുടി ശരിവെക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ എന്നുള്ളതാണ്. പ്രതിയുടെ മൊഴിയും സമാനമാണ്. പ്രതി കാര്യമായി ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല, പോലീസിനോട് പരിപൂർണമായി സഹകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസ് ഇന്നലെ ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഒക്കെ മാധ്യമങ്ങളോട് കണ്ടപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് താൻ പിടിക്കപ്പെട്ടു എന്ന് കണ്ടതോടെ തനിക്കെതിരെ തെളിവുകളുണ്ട് എന്ന് ബോധ്യമായതോടെ പിന്നീട് പോലീസിനോട് എന്തെങ്കിലും ഒളിച്ചു വെക്കാൻ അമിത് ഒറാങ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് വ്യക്തമാക്കുന്നതാണ് ഈ തെളിവുകളും. എന്തായാലും ഈ ജയേഷ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയാണ്. ഒരുപക്ഷെ കൃത്യം നടന്നപ്പോൾ അതിന് ദൃക്സാക്ഷികളില്ല എന്നതാണ് ഇതുവരെയുള്ള വിവരം. ഈ ഡോക്ടർ മീരയും അതേപോലെ ഈ വിജയകുമാർ ആ വീടിനുള്ളിൽ കൊല്ലപ്പെട്ടു. മറ്റാരും ഇതുവരെ അത് കണ്ടതായുള്ള യാതൊരു തരത്തിലുള്ള വിവരവും ഇല്ല. അത് നിൽക്കുമ്പോൾ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി തന്നെയാണ് ഈ ഓട്ടോ ഡ്രൈവർ ജയേഷ്. അദ്ദേഹം രാത്രി ഓട്ടം ഓടുന്ന ആളാണ്. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കിടന്നാണ് അദ്ദേഹം ഓടുന്നത്. അപ്പോഴാണ് രാത്രി ഇയാൾ എത്തി കാര്യമായി സാധാരണ ഇത്തരം അതിഥി തൊഴിലാളികളൊക്കെ എത്തി ഒന്ന് വില പേശുന്ന രീതിയൊക്കെ ഉണ്ട്. പക്ഷേ ഇയാളോട് എത്ര രൂപയാണ് ചോദിച്ചപ്പോൾ 150 രൂപയാണെന്ന് പറയുന്നു. അങ്ങനെ ആ 150 ശരി ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് മറുപടി പറയുന്നു. ഒരാളാണെങ്കിലും 150 രൂപ വേണം എന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഓട്ടോയിൽ കയറി പോകുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും കുമരകം റോഡ് ഈ തിരുവാതിക്കൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഇയാൾ കുമരകം റോഡിലേക്ക് നടക്കുന്നു. അതായത് കുമരകം റോഡിലല്ല ഈ വീടിരിക്കുന്നത്. പക്ഷെ കുമരകം റോഡിലൂടെ ഒരല്പം സഞ്ചരിച്ചാൽ കറങ്ങി ഈ വീടിന്റെ പിൻഭാഗത്തേക്ക് എത്താൻ കഴിയും. അതാണ് പ്രതി ഒരുപക്ഷെ ഈ ഓട്ടോ ഡ്രൈവറെ അടക്കം തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം, ഒരു പ്രാഥമിക ശ്രമമായിരിക്കാം അത് നടത്തിയിട്ടുള്ളത്. കാരണം ചില ശ്രമങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഈ DVR കളഞ്ഞു കഴിഞ്ഞാൽ CCTV ഇല്ലെങ്കിൽ താൻ രക്ഷപ്പെടും എന്നൊരു ചിന്ത പ്രതിയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിനാണ് DVR-മായി പോയി അത് കളയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം തന്നെ ആയിരിക്കാം നേരെ വീടിന്റെ മുന്നിലേക്ക് പോകാതെ ഇപ്പുറത്തുകൂടി കുമരകം റോഡിലേക്ക് നടന്ന വീടിന്റെ പിൻഭാഗത്തുകൂടി വരുന്നത്. എന്തായാലും ഇതെല്ലാം ഉണ്ട്. ഇതിനപ്പുറത്തേക്ക് ഈ വീടിനുള്ളിലെ ചില സംശയങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലോ. ഈ പ്രതിയുടെ മൊഴികളിൽ പോലീസ് പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ? ഇയാൾ പറഞ്ഞത് ഈ കൊല്ലപ്പെട്ട വീട്ടുടമ കൃത്യമായ ശമ്പളം നൽകിയില്ല, അതേ തുടർന്ന് മൊബൈൽ ഫോൺ മോഷ്ടിച്ചു, പിന്നീട് ജയിലിലായി, തൻ്റെ ഭാര്യയുടെ ഗർഭമലസി, ഭാര്യ പിണങ്ങിപ്പോകുന്നു, സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. ഇതിൻ്റെ വൈരാഗ്യത്തിലാണ്. ഇതിൻ്റെയൊക്കെ കാരണക്കാരൻ ആ വീട്ടുടമയാണ്, അതിൻ്റെ വിരോധത്തിൽ വൈരാഗ്യത്തിൽ കൊലപ്പെടുത്തിയതാണെന്ന്. പക്ഷേ ചില സംശയങ്ങളൊക്കെ ഇനി ഉയർന്നു കേൾക്കുന്നു. എന്തിനാണ് ഈ DVR-നൊപ്പം മറ്റ് 2 ഫോണുകൾ ഇയാൾ ഉപേക്ഷിച്ചു? അതിലൊക്കെ ചില ദുരൂഹത, ചില സംശയമൊക്കെ ഉയരുന്നുണ്ട്. അങ്ങനെ പോലീസിന് എന്തെങ്കിലും സംശയമുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട്? ഇയാളുടെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കുകയാണോ അന്വേഷണ സംഘം? തീർച്ചയായും ഇയാൾ പറഞ്ഞ കാര്യങ്ങളെ പരിപൂർണമായി വിശ്വസിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ജില്ലാ പോലീസ് മേധാവി ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അടക്കം വ്യക്തമാകുന്നത്. അതിന് കാരണം ഇയാൾ പറഞ്ഞ മൊഴിയിൽ പ്രകാരമുള്ള കാര്യങ്ങളെല്ലാം പോലീസ് വിവിധ പരിശോധനകളിൽ, ശാസ്ത്രീയ പരിശോധനകളിൽ അവർക്ക് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട്. കേവലം പ്രതി പറഞ്ഞു അതുകൊണ്ട് അങ്ങ് വിശ്വസിക്കുന്നു എന്നുള്ളതല്ല. DVR എവിടെ കളഞ്ഞു എന്നത് സംബന്ധിച്ച് പ്രതി നൽകുന്ന മൊഴി പ്രകാരം അവിടെ അത് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. നോക്കുമ്പോൾ സാധാരണഗതിയിൽ കൃത്രിമമായ തെളിവ് സൃഷ്ടിക്കുന്നു എന്നൊക്കെ പോലീസിനെതിരെ ആരോപണമുണ്ട്. അപ്പോഴാണ് DVR-മായി ഇയാൾ നടന്നു പോകുന്ന ഈ പ്രതി തന്നെ പുലർച്ചെ 3:42 കൃത്യം നിർവഹിച്ച ശേഷം നടന്നു പോകുന്ന CCTV ദൃശ്യം തന്നെയുണ്ട്. അത് ആ സമീപത്തെ വീടുകളിൽ നിന്ന് പോലീസ് ശേഖരിച്ചതാണ്. റെയിൽവേ സ്റ്റേഷനിൽ അയാൾ കാത്തിരുന്നു എന്നുള്ളതിന് CCTV ദൃശ്യമുണ്ട്. അങ്ങനെ ഇയാളുടെ സഞ്ചാരപാതയ്ക്ക് ഏതാണ്ട് എല്ലായിടത്തും CCTV ദൃശ്യങ്ങൾ അടക്കം തെളിവുകളുണ്ട്. മാത്രവുമല്ല ഇയാളാണിത് ചെയ്തത് എന്നതിൽ പോലീസിന് യാതൊരു തരത്തിലുള്ള സംശയമില്ല. അതിന് പലതരത്തിലുള്ള തെളിവുകൾ, ഈ വീടിനുള്ളിലെ ഫിംഗർ പ്രിന്റുകൾ പ്രധാനമാണ്. ആദ്യം ഈ പ്രതി ഈ വിളക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു, വിളക്കെടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്നത് പോലീസ് കണ്ടെത്തുന്നത്
ഈ വീടിൽ തട്ടുതട്ടുകളായി വിളക്കുകൾ ഇരിപ്പുണ്ട്. അതിൽ നടുവിലുള്ള ഒരു വിളക്കാണ് എടുക്കുന്നത്. ആ വിളക്കെടുത്ത ശേഷം അയാൾ തിരിച്ചവിടെ വെക്കുന്നു. പക്ഷെ ആ വിളക്ക് മാത്രം, ആ ഒരേ ഒരു വിളക്ക് മാത്രം സ്ഥാനം തെറ്റിയിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പോലീസ് അതിന്റെ ഫിംഗർ പ്രിന്റ് എടുത്ത് പരിശോധിച്ചത്. അപ്പോൾ അതും ചേരുന്നുണ്ട്. ഒപ്പം തന്നെ ഇയാളുടെ പോക്കറ്റിലുണ്ടായിരുന്നതാണ് ഈ ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആ വീട്ടിൽ കണ്ടതോടുകൂടിയാണ് പോലീസ് ആദ്യം വളരെ വേഗത്തിൽ റെയിൽവേ സ്റ്റേഷനിലെത്തി CCTV പരിശോധിക്കുന്നത്. അതോടുകൂടിയാണ് പ്രാഥമികമായി ഇയാൾ തന്നെയാണ് പ്രതി എന്ന ഉറപ്പിലേക്ക് പോലീസ് എത്തുന്നത്. പിന്നീട് ഫിംഗർ പ്രിന്റ് കൂടി വൈകുന്നേരത്തോടെ ഇതുമായി മാച്ച് ആയതോടുകൂടിയാണ് പ്രതിയെ സംബന്ധിച്ചുള്ള ശാസ്ത്രീയ തെളിവും പോലീസിന് ലഭിക്കുന്നത്. പിന്നെ പോലീസിനെ പ്രതിയെ കണ്ടെത്തുക എന്ന ദൗത്യം മാത്രമാണ് ബാക്കിയുള്ളത്. ഈ വിജയകുമാറിന്റെ പെരുമാറ്റം പലതരത്തിൽ അമിത്തിനെ ബുദ്ധിമുട്ടിച്ചിരുന്നു. തന്റെ ഭാര്യയോട് മോശമായി അയാൾ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രശ്നമാണ്. അങ്ങനെയാണ് ഇവിടെ നിന്ന് ജോലി നിർത്തി ഭാര്യ നാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ ഏതാണ്ട് 20 ദിവസത്തെ ശമ്പളം കിട്ടാനുണ്ടായിരുന്നു അമിത് ഒറാങ്ങിന്. പക്ഷെ അത് കൊടുത്തില്ല. വീണ്ടും തിരിച്ച് നാട്ടിൽ പോയ ശേഷം തിരിച്ചു വന്ന് വീണ്ടും 10-15 ദിവസം കൂടെ ജോലി ചെയ്ത ശേഷം 1 മാസം ശമ്പളം ചോദിച്ചു, അതും കിട്ടിയില്ല. ഇതോടുകൂടിയാണ് മോഷണത്തിലേക്ക് ഫോൺ കൊണ്ടുപോകുന്നത്. അങ്ങനെ അതെല്ലാം ശരിവെക്കുന്നതാണ്. കാരണം ഈ പോലീസ് കേസ് അന്നുണ്ട്. ഇയാൾക്ക് തിരിച്ച് പണം നൽകാനുള്ള ശ്രമം നടത്തുന്നതിന് ഇയാൾ നടത്തിയ ശ്രമം, പക്ഷെ ബാങ്ക് അത് അക്കൗണ്ട് ഫ്രീസായി പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ പ്രതി പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഇപ്പുറത്തും വസ്തുതാപരമായ പോലീസ് അന്വേഷണത്തിലിരുന്ന മറ്റൊരു കേസ് കൂടി പോലീസിന്റെ മുന്നിലുണ്ട്. അങ്ങനെയാണ് ഈ പ്രതിയെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ച് ഈ കേസിൽ സംശയമൊന്നുമില്ല. അത് അമിത് ഒറാങ് ചെയ്തത് തന്നെയാണ് എന്നവർ വിശ്വസിക്കുന്നു. അതിനനുസരിച്ചുള്ള തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള കുറ്റപത്രമായിരിക്കും തയ്യാറാക്കുക എന്നതാണ് ഇതുവരെയുള്ള വ്യക്തമാണ്. കോട്ടയം തിരുവാതിക്കലയിലിട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ഏറ്റവും നിർണായകമായിട്ടുള്ള ചില CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അതോടൊപ്പം ഈ ഓട്ടോ ഡ്രൈവറുടെ മൊഴിയും ഈ കേസിലേറെ നിർണായകമാണ്.